അപ്പൊ നമ്മള് വയനാട്ടില് വന്ന് നല്ല കാപ്പിത്തോട്ടൻ്റെ ഇടയിൽ എന്താ പരിപാടി എന്ന് അറിയാം? ഇവിടെ ഡാൻസ് പ്രാക്ടീസാ. ഗായ്സ് അപ്പൊ ഡാൻസിലാണ്. ഡാൻസ് നമ്മുടെ റീലായിട്ട് വരും കേട്ടോ. അപ്പൊ നിങ്ങള് കമന്റ് ചെയ്യാം. നജീബൊക്കെ ഡാൻസ് കളിച്ച് തള്ളുക. നല്ല അടിപൊളി സ്ഥലമായിട്ടുണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ഏരിയ. ഒന്ന് കളിക്കോ, ഒന്ന് കജ്ജോ. ഞാൻ വരാം. ഒഴിവില്ലേ കളിക്ക. റെഡി 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 ഒന്ന് കളിക്കണം. റേസിൽ എങ്ങനെ നോക്കട്ടെ. അപ്പൊ റിഹേഴ്സലാണ് ഡാൻസ് കളിച്ചോണ്ടോ. ഇത് റീലേറ്റ് വന്ന് കേട്ടോ. സമയം 5 മണി. ഞാൻ ചോറേച്ച് 2 മണിക്ക് തുടങ്ങിയ റിഹേഴ്സലാ. റീൽ ചെയ്യാനുള്ള കഷ്ടപ്പാട്. അപ്പൊ റീല് വരും കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ വയനാട് റിസോർട്ടിലാണ്. കിടിലൻ റിസോർട്ട്. ഈ ചൂടുകാലത്ത് വന്ന് നിൽക്കാൻ പറ്റിയതാണ്. പകൽ കുറച്ച് ചൂടുണ്ടല്ലോ, രാത്രി ഉണ്ടാവും വീട്ടിലെ തണുപ്പാണ്. അത് ഞങ്ങൾ കടന്നത് എയർ ഫ്രെയിമിലാണ്. എയർ ഫ്രെയിം കാണിച്ചിട്ടുണ്ടോ? നല്ല അടിപൊളി സംഭവം. എങ്ങനെയുണ്ടായിരുന്നു എയർ ഫ്രെയിം? നല്ല രസമുണ്ടല്ലേ എയർ ഫ്രെയിമും. പിന്നെ നമ്മൾ നേരം വെളുത്തേക്കിനെ പിന്നെ ഇതാണ് കക്കൂസ്. അതായത് അറ്റാച്ച്ഡ് ആട്ടോ. ബാത്റൂമും കക്കൂസും ഒന്നും തന്നെ അല്ലേ? അല്ല, ഇതന്നെ നമ്മൾ താമസം ഉണ്ടോ. നല്ല രസമായിട്ടുള്ള നല്ല രസമുണ്ടോ. അവിടെ ഇങ്ങനെ ഫ്രെയിം ഉണ്ടോ. ഇത് നമ്മളെ റിയാസ് നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടാകാൻ നിൽക്കറില്ലേ? എങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് പോണ്? നല്ല അടിപൊളി സ്ഥലമാണ്. മുത്തൂസേ എന്താ അഭിപ്രായം? കണ്ണാടി കുറവുണ്ട് റൂമിൽ നിന്ന് പറയുന്നത്. അങ്ങനെ അപ്പൊ റിയാസ് പരിഹരിക്കൂലേ അടുത്ത പ്രാവശ്യം? അതെ, കണ്ണാടി റൂമിൽ ചേർത്ത് വെക്കുന്നതാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ? നമ്മളെ റൂമിൽ നിന്ന് വന്ന കാണുന്ന കാഴ്ചയാണ്. പൂള് ആണ്ടോ, നല്ല രസമാണ്. പൂളെന്നുള്ള വ്യൂ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ്. എല്ലാവരും ബെഡ് ടീ കുടിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയല്ലേ? ഇതാ നജീബ് ഇതാ ബെഡ് ടീ കുടിച്ചോ? അടിപൊളി ടീ ആട്ടോ. ഇവിടുത്തെ കാട്ടിൽ നിന്നും പറിച്ച തേയില കൊണ്ടുണ്ടാക്കിയ അടിപൊളി ചായ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു താമസമൊക്കെ? ഉറക്കമൊക്കെ അടിപൊളിയായി, ഉഷാറാണ്. റാഷിദ ഇഷ്ടമായോ? പൊളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ഉറക്കമൊക്കെ? പോലീസുകാരെ എങ്ങനെ ഉണ്ടായിരുന്നു? ബെഡ് ഇട്ടി അടിപൊളിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഉറക്കം? പൊളിച്ചു. ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? പകല് ചൂട് ചെറുതനുണ്ട്, രാത്രി അടിപൊളിയല്ലേ? അറിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ടീംസ്. നമ്മൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ബെഡ് ടീ വന്നിട്ടുണ്ട്. ബെഡ് ടീ എന്താ കടി റിയാസേ? ഇന്നലത്തെ നമ്മളെ കടിയാണല്ലേ ബെഡ് ടീ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോകും. എന്നിട്ട് വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാക്കുക? അതുമാതിരി ഇന്നലെ നൈറ്റ് നല്ല ഫുഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ആയിട്ട് അടിപൊളിയായി, ഉഷാറായി. ഇതാണ് നമ്മുടെ ഷക്കീല പറയും അന്നൊന്നും കിട്ടില്ലേ? എങ്ങനെയാ ഇന്നലത്തെ നൈറ്റ്?
ഒന്നും പറയാനില്ല. നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പൂള് അതിക്കും മേലെ. പിന്നെ ഏറ്റവും നമുക്ക് പറയാനുള്ള രാത്രി ഉണ്ടായിരുന്ന ഒരു ക്യാമ്പ് ഫയർ പൊളിച്ചെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ തന്നെ ഉള്ളൂ. ക്യാമ്പ് ഫയർ പൊളിച്ചു വൈബാക്കാൻ എല്ലാരും ഇങ്ങോട്ട് പോയി. അതെ, ക്യാമ്പ് ഫയറിൽ നമ്മള് പാട്ടും ഡാൻസും ഒക്കെ നല്ല പാടും കേട്ടോ. ഞാൻ അറിയില്ലേനി വരും ഇങ്ങനെ പാടുന്നൊന്നും അറിയില്ലേനി. അപ്പൊ നല്ല പാടും. താങ്ക് യു. സൂപ്പറായിരുന്നു. ഓക്കെ, ഇപ്പൊ ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം. അതാ മുബി പറ്റിച്ചതാ. ഇവിടെ ചർച്ച ലിപ്സ്റ്റിക് ഷെയ്ഡിന്റെയാണ്. കാവ്യ ടീച്ചർ ലിപ്സ്റ്റിക് ഏതാ ഷെയ്ഡ് പറയൂ? അറിയില്ല, ആരുടെ പേശതാ. അന്റെ ഇതില് ഹൈലൈറ്റ് ലിപ്സ്റ്റിക്. ഒരു മിനിറ്റ്, ഹൈലൈറ്റ് ലിപ്സ്റ്റിക് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഈ ലിപ്സ്റ്റിക് ഏതാ ഷെയ്ഡ്? അല്ലോ 900 9 വന്നിക്ക ലിപ്സ്റ്റിക് വിട്ടിട്ട് ചെങ്ങായി. ടീച്ചറേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളൊക്കെ? നൈറ്റ് വൈബ് അടിപൊളിയാണ്. എൻജോയ് ചെയ്തു. ഓക്കെ, താങ്ക് യു. നമുക്ക് കണ്ണൂരിൽ നിന്ന് ചോദിക്കാം. കണ്ണൂർ ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നു? ആ റിസോർട്ട് എന്താ നൈറ്റൊക്കെ ഉറങ്ങി? എൻജോയ് ചെയ്തു. രാത്രി എങ്ങനെയാണ്? തണുപ്പുണ്ടോ? അന്നേരം ചൂടാ? മീഡിയം തണുപ്പില്ലേ? ഈ കാലാവസ്ഥയിൽ ക്ലൈമറ്റ് കുറച്ച് ഇതാന്ന് തോന്നുന്നു. ഡിസംബർ ജനുവരിയിലെല്ലാം നല്ല തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ടല്ലേ? ഓ, ഞങ്ങള് പോയപ്പോ കിടിലം തണുപ്പായിരുന്നു ഊട്ടിയില്. ടീച്ചർ 4ാമത്തെ ക്ലാസ് ചായ കൊണ്ടാ പോണം. ഫസ്റ്റ് എല്ലാ തെളിവുണ്ട് കേട്ടോ. ഫസ്റ്റ് അല്ലേ? 4ാമത്തെ ഫസ്റ്റ് അല്ലേ? റിയാസാന്റെ കാപ്പി പെട്രോളിന്റെ ചവിട്ട് പോയി. ടീച്ചറെ, ഒരു ഇലട്ട ഐശ്വര്യാവും കേട്ടോ. ഒരു ഇലട്ട് പിടിച്ച ഐശ്വര്യാവും. എല്ലാവർക്കും ഉള്ളതുണ്ടോ? എല്ലാവർക്കും ഉള്ള കപ്പ് കേക്ക് ഉണ്ടോ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങള് മക്കളില്ലാതെ നിങ്ങള് വന്നിട്ട് ഇന്നലെ രാത്രി അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ 3 മണിക്ക് ഇവൾക്ക് മൂത്രയ്ക്കാൻ നേരത്തെ നീച്ചു പോകേണ്ട കാര്യം എന്താ? ഇവര് 3 മണി വരെ ആ റൂമിന്റെ ഉള്ളില്. അതിന്റെ 3 മണി വരെ ഇവര് റൂമിന്റെ ഉള്ളിൽ എന്താ പരിപാടി? അല്ല, ഇവര് കുട്ടികളില്ലാതെ വെറും ഭാര്യയും ഭർത്താവും വേണ്ട 3 മണി വരെ അതിന്റെ ഉള്ളിൽ എന്താ പരിപാടി എന്ന് അറിയണം. അത് ഈ കോട്ടേജിൽ മനുഷ്യർക്ക് തൊട്ടടുത്ത് താമസിക്കണ്ടേ? എന്താ അശ്രദ്ധങ്ങൾ കേട്ട് പേടിച്ചു. അപ്പൊ നമ്മളങ്ങനെ 900 പേര് വന്ന എങ്ങനെ അറിയാം? 900 വൈബ്സിലാണ്. അപ്പൊ അടിപൊളിയാണ്. മസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, എൻജോയ്. ഭയങ്കര തണുപ്പാട്ടോ ഗൈസ്. അപ്പൊ നമ്മള് ട്രക്കിങ്ങിലൂടെ കാട്ടിലൂടെ നടക്കുകയാണ്. എല്ലാരും കുഴഞ്ഞുണ്ടായി. എങ്ങനെയുണ്ട്? അടിപൊളി. മുത്തൂസൊക്കെ ഉണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അതെ അതെ. ഇവിടെ എങ്ങനെയുണ്ട്? കുഴച്ചിട്ടൊക്കെ എനിക്കൊരു കുഴപ്പമില്ല. ഭയങ്കര എങ്ങായി നിൽക്കുന്നത്. ഇത് നമ്മുടെ ഗൈഡ് റിയാസ്. എങ്ങനെയുണ്ട്? ഗൈസ്, അപ്പൊ നമ്മള് കേറി ഏകദേശം മലയുടെ മുകളിലെത്താറായി. നല്ല അടിപൊളി വൈബാ. ഇതുണ്ടോ? ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ കാണാൻ വന്നത് ഈ സംഭവം കാണാനാ. ഇതാണ് 2018 കുത്തുമല ഉരുൾപൊട്ടിയുണ്ടായ സ്ഥലമാണ്. ഇതാണ് കുത്തുമല. ഇവിടെ നിന്നാണ് കുത്തുമല പൊട്ടിയിട്ട് താഴത്തേക്ക് പോയത്. ഏകദേശം എപ്പോഴും 5 പേരെ കണ്ടിട്ടില്ല. ഒരു കുത്തുമല ഉരുൾപൊട്ടിയതാണ്. ഇവിടെ ഇതാ ഒരുത്തി കയറാൻ വയ്ക്കാതെ കുഴഞ്ഞു വരുന്നു. കയറിക്കൂട്. നാട്ടിലവരൊക്കെ കുഴഞ്ഞിട്ടുണ്ടാവും. ഞാൻ മാത്രം കുഴങ്ങിയില്ല. മലയുടെ ടോപ്പിലാട്ടോണ്ടോ, എന്താ രസം. കണ്ടോ, മലയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ അടിയിക്കാണ് ബാക്കിയുള്ളത്. എങ്ങനെയുണ്ട് ഫാസില എക്സ്പീരിയൻസ് നടന്നു വന്നിട്ട്? ഫാസില എങ്ങനെ ഉണ്ടായിരുന്നു?
എക്സ്പീരിയൻസ് ഇവിടെ എത്തിയപ്പോൾ ഒരു ആശ്വാസം. ഞാൻ യൂട്യൂബിൽ വേണ്ടിയപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതാ വെള്ളം കുടിച്ചോളി എന്താ രസമല്ലേ, അടിപൊളിയാണ്ടോ ഇങ്ങനെ അങ്ങോട്ടൊക്കെയുള്ള രസം. വാവ്, നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണോ ആ കോടൊക്കെ കയറിപ്പോയി. ഇവിടെയൊക്കെ കോടുണ്ട്. അതെ, ഇവിടെയൊക്കെ കോടയാണ്. സങ്കടമുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് കുത്തുമല, ഉരുൾപൊട്ടിയ സ്ഥലം.